മിസ്സാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. നമ്മളുടെ ലെറ്റ്സ് ഷെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ചാപ്റ്ററിലെ ഒരു ചോദ്യമായിട്ടാണ് നമ്മുടെ അജലും കൂട്ടുകാരും ഒക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലെ. നമ്മുടെ സ്കൂളിന്റെ ചക്കരമാവാണ് ഇത്. എന്താണടാ? സ്കൂൾ മുറ്റത്തുള്ള ചക്കരമാവാണിത്. അപ്പൊ നല്ലൊരു കാറ്റ് വീശിയപ്പോ എന്തായി, ഈ ചക്കരമാവിൽ നിന്ന് കുറേ മാങ്ങകൾ ഇങ്ങനെ വീണു. പഴുത്ത മാങ്ങകളുണ്ട്, പച്ച മാങ്ങകളുണ്ട്, കണ്ണിമാങ്ങകളുണ്ട് അല്ലെ. കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ കുഞ്ഞി മാങ്ങ, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാങ്ങയാണ് നമ്മുടെ കണ്ണിമാങ്ങ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മാങ്ങകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മരത്തിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പൊ 16 പഴുത്ത മാങ്ങകള്, 28 പച്ച മാങ്ങകള്, 36 കണ്ണിമാങ്ങകള്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അജലിനും കൂട്ടുകാർക്കും അവിടെ പോയിട്ട് എടുക്കാൻ നേരത്തെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ്, അജലിന്റെ കൂട്ടുകാര് അജലിന്റെ സ്കൂളില് 4 ക്ലാസ്സുകളാണ് ആകെ ഉള്ളത്. 4 ക്ലാസ്സുകൾ, വെറും 4 ക്ലാസ്സുകൾ. അതായത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അങ്ങനെ 4 ക്ലാസ്സുകളാണ് നമ്മളുടെ അജലിന്റെ സ്കൂളിലുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്താണെന്നറിയോ, ഈ പഴുത്ത മാങ്ങകള് ഇങ്ങനെ കൂട്ടങ്ങളാക്കിയിട്ട് നമുക്ക് എഴുതണം. എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് ഒരു കൂട്ടത്തിൽ എത്ര പഴുത്ത മാങ്ങകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ പച്ച മാങ്ങകൾ ഇവിടെ നമ്മൾ എഴുതണം. ആദ്യം ഇവിടെ നമ്മൾ പഴുത്ത മാങ്ങകൾ എഴുതണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പച്ച മാങ്ങകൾ എഴുതണം. ഈ കാര്യമാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പൊ പഴുത്ത മാങ്ങകൾ നിങ്ങൾ നോക്കിക്കേടാ, 16 പഴുത്ത മാങ്ങകളുണ്ട് കേട്ടോ. 16 ആണ് നമ്മുടെ പഴുത്ത മാങ്ങകൾ ഉള്ളത്. 28 എണ്ണം, 28 ആണ് നമ്മളുടെ പച്ച മാങ്ങകൾ ഉള്ളത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തുല്യമായിട്ട് നമ്മളിങ്ങനെ വീതിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 1-ാം ക്ലാസ്സിൽ എത്ര ക്ലാസ്സുകളുണ്ട്? 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്. 4 ക്ലാസ്സുകളാണ് ആകെ ഉള്ളത്. അതായത് 4 ഗുണം ഡാഷ് ഇസ് ഈക്വൽ ടു 16. ഒരു കൂട്ടത്തിൽ എത്ര പേരാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആകെ കൂട്ടങ്ങൾ 4 എണ്ണമാണ്. 4നോട് എന്ത് ഗുണിച്ചാലാണ് നമുക്ക് 16 കിട്ടുക? 4 ഗുണം 4 ചെയ്താലാണ് മിസ്സേ 16 അല്ലെ. അപ്പൊ ഒരു ക്ലാസ്സിൽ എത്രയായി? 4 എണ്ണം. ഒരു ക്ലാസ്സിൽ 4 എണ്ണം വീതമാണ് മാങ്ങകൾ കിട്ടുന്നത്. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, 28 അല്ലെ. ആകെ എത്രയാണ്? 28 ഇസ് ഈക്വൽ ടു 28 നമ്മൾ എഴുതി. എന്ത്? 4 ക്ലാസ്സുകളാണ്. 1, 2, 3, 4. അതായത് 4 ക്ലാസ്സുകളുണ്ട്. 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 28 ആവുക എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കിയാൽ മതി അല്ലെ. 4 into 7 ആണ് 28. അപ്പൊ ഓരോ ക്ലാസ്സിലും എത്രയായിടാ? ഓരോ ക്ലാസ്സിലും 7 മാങ്ങകൾ വീതമാണ് ഓരോ ക്ലാസ്സിലും കിട്ടുക. ഓരോ ക്ലാസ്സിലും 7 മാംഗോസ് വെച്ചിട്ടാണ് കിട്ടുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.